രണ്ടുപേരിൽ ഉൽപ്പന്നമാകുന്ന രാഗദ്വേഷങ്ങളുടെ കാരണം വർത്തമാന കാലത്തിലും സംഭവത്തിലും കണ്ടു നിൽക്കുന്നവൻ തേടുന്നു. പ്രാരബ്ധവശാൽ വരുന്ന പൂർവവാസനകളല്ലാതെ വർത്തമാന രാഗദ്വേഷങ്ങൾക്ക് ഒരു കാരണവുമില്ല. വ്യക്തികൾ തമ്മിലുള്ള രാഗദ്വേഷങ്ങളൊന്നും ഒരുവൻ്റെയും ജീവിതത്തെ അല്പം പോലും ബാധിക്കുന്നില്ല. തൻ്റെ ഭാഗ്യവിപര്യം തൻ്റെ ജീവിതത്തിൽ ബാധിക്കുമ്പോൾ അത് തിരിച്ചറിയാനാകാതെ അന്യന് തന്നോടുള്ള രാഗദ്വേഷങ്ങളിൽ കാരണം കണ്ട് സമാശ്വസിക്കുവാൻ അലസന്മാരായവർ ധൃതി കൂട്ടുന്നു. എൻ്റെ വാസനകൾ കൊണ്ട്, എൻ്റെ പ്രാരബ്ധങ്ങൾ കൊണ്ട് ലോകത്തെന്നോട് രാഗമോ ദ്വേഷമോ മറ്റുള്ളവർക്കുണ്ടാകുന്നത് എന്നെക്കുറിച്ചുള്ള വേറെ ആരുടെയും അറിവിൽ നിന്നല്ല. വാസനകൾ എൻ്റെ കോശകോശാന്തരങ്ങളിൽ എഴുതി വച്ചിരിക്കുന്നത് കൊണ്ട് ജന്മജന്മാന്തരങ്ങളുടെ പ്രകൃതം ഒരുമിച്ചുണ്ടാവുകയാൽ കാലചക്രപ്രവാഹം ചാക്രികമായി പ്രവഹിക്കുമ്പോൾ ഒരേ തരത്തിലുള്ള സംഭവങ്ങൾ തന്നെ ആവർത്തിക്കുന്നതാണ് കാലത്തിൻ്റെ സ്വഭാവമെന്നതുകൊണ്ട് പൂർവമായ അറിവ് രാഗവുമായോ ദ്വേഷവുമായോ മിശ്രമായോ ചേർത്തുവെച്ചാണ് ഈ ജനിമരണങ്ങൾ ഉണ്ടാകുന്നത്. ഇതല്ലാതെ മറ്റൊന്ന് സംഭവിക്കില്ല. ഇതാണ് സംഭവിക്കേണ്ടത്, ഇതാണ് സത്യം എന്ന് ബോധമുള്ളവൻ മാത്രമാണ് സ്വീകരിക്കുന്നത്. സത്യമായ അനുഭവത്തെ സ്വീകരിക്കാതിരിക്കുകയും മിഥ്യാകൽപ്പിതമായ അനുഭവത്തിനായി ഭാവന ചെയ്യുകയും അനുഭവങ്ങളായ സത്യങ്ങളെ നിരന്തരം നിരാകരിക്കുകയും ചെയ്യുകയാണ് വിദ്യാഭ്യാസം കൊണ്ട് ആധുനിക മനുഷ്യൻ ചെയ്യുന്നത്. ശ്രമിക്കുന്നതൊക്കെ സത്യം നടക്കാതിരിക്കാനാണ്. ശ്രമമാകട്ടെ പാഴ്വേലയും. നിങ്ങളുടെ ജീവിതം മുഴുവൻ എടുത്തോളുക, അതിലെത്ര രാഗദ്വേഷങ്ങളുണ്ടെന്ന് എടുക്കുക. അതിൽ ഒന്നിനെങ്കിലും സത്യസന്ധമായ ഒരു തലത്തിൽ നിന്നുകൊണ്ട് ചിന്തിച്ചാൽ കാരണമില്ല. പിന്നെ ബുദ്ധി ആലോചിച്ച് കാരണം ഉണ്ടാക്കുക മറ്റുള്ളവരോട് പറയാൻ. അതിന് ബുദ്ധി കാരണം ഉണ്ടാക്കുമ്പോൾ ഏറ്റവും രസകരമായ കാര്യം തന്നെ സുരക്ഷിതമാക്കി നിർത്തി ചുറ്റുപാടുകളെ മോശമാക്കി കാരണം കണ്ടുപിടിക്കുക. ഞാൻ പാവവും നിരുപദ്രവകാരിയും നിഷ്കളങ്കനും നിർമ്മമനും ധർമ്മിയും ഒരു തെറ്റും ചെയ്യാത്തവനും ഒക്കെയായി എന്നോടെല്ലാവരും ചെയ്തത് തെറ്റാണെന്ന് വരുമാറ് ആണ് രാഗദ്വേഷങ്ങളുടെ കാരണം ബോധമുള്ള മനസ്സ് കണ്ടുപിടിക്കുന്നത്. ഈ കണ്ടുപിടുത്തമാണ് നിങ്ങളുടെ ആത്മവികാസത്തിലെ ആദ്യത്തെ ശത്രു. പിന്നെ രക്ഷപ്പെടില്ല. പിന്നെ ലോകത്ത് നിന്ന് ഒന്നും ശ്രവണം ചെയ്യാനോ ഉൾക്കൊള്ളാനോ വികസിക്കാനോ അറിയാനോ സാധ്യതയില്ല. കാരണം പൂർണ്ണതയുടെ ഒരു മുഖം വിശ്വാസപൂർണമായി എനിക്കുണ്ട്.
അഹംബുദ്ധി ചേർത്ത് അത് വാദിച്ച് ജയിക്കുമ്പോഴെല്ലാം നമ്മോട് രാഗമുള്ളവരും ദ്വേഷമുള്ളവരും നമുക്ക് രാഗമുള്ളവരും ദ്വേഷമുള്ളവരുമായി മിശ്രരൂപത്തിൽ വരുന്ന ഇടപാടുകാർ മുഴുവൻ പരാജിതരായോ പരാജിതരെന്ന് അംഗീകരിച്ചോ വീണ്ടും ബന്ധം വേണമെന്നവരുടെ രാഗം വിചാരിക്കുന്നുവെങ്കിൽ സ്വന്തം പരാജയം സമ്മതിച്ചോ പിൻവാങ്ങും. വിജയശ്രീലാളിതനായി നിൽക്കുന്ന നമ്മുടെ നിത്യനിരന്തര ദുഃഖമാണ് ഈ ജന്മം കൊണ്ട് നാം നേടിയ പാപവും നമ്മുടെ അധപ്പതനവും.